ഓരോ ഭീകരവാദാക്രമണവും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളാണ് മനുഷ്യർക്കിടയിൽ വിതയ്ക്കുന്നത്. പരസ്പരം വെറുക്കാനും അകറ്റി നിർത്താനും സംശയത്തോടെ മാത്രം അപ്പുറത്തുള്ളവരെ കാണാനും ആ മുറിവ് ജനതകളോട് പറയും. വർഷങ്ങളോ നൂറ്റാണ്ടുകളോ ആയാലും അതിങ്ങനെ നീറ്റലുണ്ടാക്കാം. ഇടയ്ക്കെല്ലാം ആ മുറിവിൽ കുത്തി വിദ്വേഷം പൊട്ടിയൊലിപ്പിക്കാൻ നടക്കുന്നവരും കാലാകാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്താണ് ആ മുറിവിനുള്ള മരുന്ന്? അത് ഇവരുടെ ഈ വാക്കുകളാണ്. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. പഹൽഗാമിൽ വെച്ച് ഭീകരർ വെടിവെച്ചു കൊന്ന മലയാളിയായ രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ ഈ വാക്കുകൾ വിദ്വേഷത്തിനും ഭീകരവാദത്തിനും എതിരെയുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സ്വന്തം അച്ഛൻ കൺമുന്നിൽ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിൽ തന്നെയാണ് അവർ. ഓർത്തെടുക്കാൻ ഭയം തോന്നുന്ന നിമിഷങ്ങളെ നാളേക്കായി രേഖപ്പെടുത്തി വെക്കുന്ന ആ സമയത്ത് മനുഷ്യത്വത്തിൽ ഊന്നിയാണ്, വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ആരതി സംസാരിക്കുന്നത്. കശ്മീരിൽ വെച്ച് ഭീകരാക്രമണം നടത്തിയവരോടൊപ്പമല്ല അവർ കശ്മീരി ജനങ്ങളെയും മുസ്ലിം മതവിശ്വാസികളെ മുഴുവനും എണ്ണുന്നത്. ആരതി പറഞ്ഞ വാക്കുകളിൽ വിറളി പിടിച്ചവർ അവർക്കെതിരെ ഏറ്റവും മോശമായ വാക്കുകളിൽ സംസാരിക്കുന്നുണ്ട്. ആരതിയുടെ ലിപ്സ്റ്റിക് മുതൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ കരഞ്ഞു നിലവിളിക്കാത്തതുവരെ അവർക്കെതിരെ സൈബർ അറ്റാക്കിനുള്ള ആയുധമാക്കുന്നുണ്ട്. അവരുടെ സങ്കടം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും ക്രൂരവും ഭയപ്പാട് നിറഞ്ഞതുമായ നിമിഷത്തിൽ സഹായിച്ചവരെക്കുറിച്ച്, ഒപ്പം നിന്നവരെക്കുറിച്ചാണ് ആരതി തെളിവോടെ സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമോ മതസൗഹാർദ്ദത്തിനായുള്ള ആഹ്വാനമോ അല്ല അവർ നടത്തുന്നത്. തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. അത് പക്ഷേ പഹൽഗാം ഭീകരാക്രമണം കൊണ്ടൊന്നും തോൽപ്പിക്കാനാകാത്ത ഇന്ത്യൻ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ മനുഷ്യരുടെ പ്രതീകമാവുകയാണ്.